Next, within Elizabethan literature, we are going to see Edmund Spenser. Edmund Spenser. എലിസബത്തൻ ലിറ്ററേച്ചറിൽ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്രത്യേകിച്ചും എലിസബത്തൻ പോയട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ പോകുന്നത് എഡ്മണ്ട് സ്പെൻസറെയാണ്. ഹി ലിവ്ഡ് ബിറ്റ്വീൻ 1552 ടു 1599, 1552 തൊട്ട് 1599 വരെ ജീവിച്ചിരുന്ന എഡ്മണ്ട് സ്പെൻസർ. Spenser is popularly known as the poet's poet. You need to remember this particular usage. Poet's poet. കവികളുടെ കവി. കവികളുടെ കവിയായിരുന്നു എഡ്മണ്ട് സ്പെൻസർ. Means many poets, they got inspired by Edmund Spenser. Many poets were influenced by Edmund Spenser. That's why we call him poet's poet. നമ്മളെ രാജാക്കന്മാരുടെ രാജാവേ എന്താണ് പറയുന്നത്, kings of kings and lord of lords. Like that, he was poet's poet. You need to remember, because his knowledge of classical mythology, he was well versed. His stupendous knowledge of classical mythology. അതുപോലെ classical writers, poets like Ovid, Homer, Petrarch, Plato, Aristotle, all these classical writers had a great influence on Edmund Spenser. എഡ്മണ്ട് സ്പെൻസറെ വളരെയധികം സ്വാധീനിച്ചിരുന്നു ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഹി വാസ് വെരി വെൽ വേഴ്സ്ഡ് വിത്ത് ക്ലാസിക്കൽ മിത്തോളജി. And many poets sought Edmund Spenser's work to get a clear understanding of classical writers. Classical എഴുത്തുകാരെ പറ്റി വ്യക്തമായി മനസ്സിലാക്കാൻ മിക്ക കവികളും എഡ്മണ്ട് സ്പെൻസറെ ആയിരുന്നു വായിച്ചിരുന്നത്. കാരണം it will be very difficult for poets to understand about classical writers by reading these classical writers' work first hand. So instead they used to read Edmund Spenser. അപ്പം അവരൊക്കെ മിക്ക കവികളും ക്ലാസിക്കൽ മിത്തോളജിയെ പറ്റിയും ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ പറ്റിയും മനസ്സിലാക്കാൻ എഡ്മണ്ട് സ്പെൻസറുടെ വർക്ക്സാണ് വായിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് പോയറ്റ്സ് പോയറ്റ്. Moreover, later poets like Milton, Donne, Dryden, Pope, Wordsworth, Shelley, Keats, Tennyson, and the pre-Raphaelites drew inspiration from him. So if a question is asked why he is called poet's poet, these are all the answers. Later poets like Milton, Donne, Dryden, Pope, Wordsworth, Shelley, Keats, Tennyson, and the pre-Raphaelites all drew inspiration from Edmund Spenser. പിൽക്കാലത്തെ പ്രശസ്ത കവികളായിട്ടുള്ള മിൽട്ടനെ, ജോൺ ഡന്നെ, ജോൺ ഡ്രൈഡനെ, അലക്സാണ്ടർ പോപ്പ്, വില്യം വേർഡ്സ്വർത്ത്, P.B. Shelley, Keats, Tennyson and pre-Raphaelites ഒരു കൂട്ടം കവികളുടെ പേരാണ്. ഇവരെല്ലാം തങ്ങളുടെ രചനയ്ക്ക് വേണ്ടിയുള്ള പ്രചോദനം തേടിയത് എഡ്മണ്ട് സ്പെൻസറുടെ വർക്കുകളിലാണ്. The poet Spenser was considerably influenced by three places. എഡ്മണ്ട് സ്പെൻസറിനെ പ്രത്യേകിച്ചും തൻ്റെ ജീവിതാനുഭവങ്ങൾ, പഠനാനുഭവങ്ങളൊക്കെ വളരെ സ്വാധീനിച്ചു. പ്രത്യേകിച്ചും 3 പശ്ചാത്തലങ്ങൾ. Number 1, University of Cambridge, where he was acquainted with the classics and Italian poets. Cambridge University, അവിടെ വെച്ചാണ് ക്ലാസിക്കൽ അതുപോലെ ഇറ്റാലിയൻ കവികളെയും അവരുടെ കൃതികളെയും അദ്ദേഹം പരിചയപ്പെട്ടത്. പിന്നീട്
London, the place London, where he experienced the gaiety and disappointment of courtly life. ലണ്ടനിലെ കൊട്ടാരത്തിലെ ജീവിതം അല്ലെങ്കിൽ കൊട്ടാര ജീവിത പശ്ചാത്തലം, അവിടെ വെച്ച് തനിക്കുണ്ടായ നിരാശാജനകമായ അനുഭവങ്ങളൊക്കെ തൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചു. ദെൻ Ireland, which unveiled to him the rich imagery of Celtic poetry. അയർലൻഡിൽ അവിടെ താൻ പരിചയപ്പെട്ട കെൽട്ടിക് കവിതകൾ, കെൽട്ടിക് ജീവിത പശ്ചാത്തലം അവതരിപ്പിക്കുന്ന കെൽട്ടിക് പോയട്രി, ഇതൊക്കെ ഈ മൂന്ന് പശ്ചാത്തലങ്ങൾ, മൂന്ന് സ്വാധീനങ്ങൾ എഡ്മണ്ട് സ്പെൻസറിനുണ്ടായിരുന്നു. Now we are moving to his major works. The first one is Shepherd's Calendar. Shepherd's Calendar, it was published in 1579. Is the first of Spenser's poems. സ്പെൻസറിൻ്റെ കവിതകളിൽ ഏറ്റവും മുമ്പേ രചിക്കപ്പെട്ടത് ഷെപ്പേർഡ്സ് കലണ്ടർ ആണ്, 1579. ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് as 12 eclogues, one for each month of the year. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരു പ്രത്യേക രീതിയിലാണ് എഴുതുന്നത്. 12 ഇക്ലോഗ്സ് ഉണ്ട്. ഇക്ലോഗ്സ് മീൻസ് അത് ഓരോ മാസം, അതുകൊണ്ടാണ് ഷെപ്പേർഡ്സ് കലണ്ടർ എന്ന് പറയുന്ന ഒരു പേര് തന്നെ അതിനകത്ത് വന്നത്. കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ മാസങ്ങൾക്ക് ഓരോന്ന് വെച്ച്, വൺ ഫോർ ഈച്ച് ഓഫ് ദ മന്ത് ഓഫ് ദ ഇയർ, ഓരോന്നും ഓരോ മാസത്തിന് വേണ്ടി. ആ പേര് മറന്നു പോകരുത്, ഇക്ലോഗ്സ്. ഓക്കെ. ദെൻ Amenities is collection of sonnets of honor of his lady love, published in 1595. 1595 അദ്ദേഹം പുറത്തിറക്കിയ അമററ്റി എന്ന കവിത. സോ that was published in honor of his lady love. തൻ്റെ കാമുകിയെ പ്രകീർത്തിച്ചുകൊണ്ട് താൻ എഴുതിയ അമററ്റി. He celebrates his marriage to her in his magnificent ode Epithalamion. തൻ്റെ അടുത്ത ഒരു ഓഡ് എന്ന് വെച്ചാൽ ഒരു കവിതാ രൂപമാണ്, ഒരു പർട്ടിക്കുലർ കവിത ജോണറാണ്. അതിനെ നമ്മൾ അതിൻ്റെ ആ വർക്കിൻ്റെ പേര് എപ്പിത്തലാമിയൻ ആണ്. അതൊരു ഓടാണ്. അതിൽ തൻ്റെ വിവാഹശേഷം, തൻ്റെ കാമുകിയുമായിട്ടുള്ള തൻ്റെ വിവാഹശേഷം വിവാഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം എഴുതുന്ന കവിത. However, his masterpiece is the Fairy Queen. തൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വർക്ക് ഫെയറി ക്വീൻ ആണ്. It is like the Canterbury Tales, it is a fragment. So just like Chaucer couldn't complete his work, the Canterbury Tales, the Fairy Queen is also fragmented. ചിലതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ഒരു കൊഹിഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ വർക്ക്. പക്ഷേ ഇറ്റ്സ് മാസ്റ്റർപീസ്. Spenser had intended 12 books, but only 6 books were published in his lifetime. തൻ്റെ ജീവിതകാലത്തിൽ 12 ബുക്കുകൾ ഇതിനകത്ത് ചേർക്കാൻ ഉദ്ദേശിച്ചെങ്കിലും 6 മാത്രമേ ചെയ്യാൻ പറ്റിയുള്ളൂ. ആൻഡ് എ പോർഷൻ ഓഫ് ദ 7th ആഫ്റ്റർ ഹിസ് ഡെത്ത്. 7ാമത്തത് തൻ്റെ മരണാന്തരമാണ് അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഫെയറി ക്വീൻ is an allegorical romance which alienates life as a struggle between good and evil. ഒരു allegorical വർക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The Fairy Queen is an allegorical work, romance. പ്രതിനിധാനപരമായ ഒരു കൽപ്പന കവിത. ഒരു allegorical means characters, അതിനകത്ത് പ്ലേസ് ആൻഡ് ആക്ഷൻ ആൻഡ് ഓൾ വിൽ സിംബലൈസ് സംതിങ് എൽസ്. അതിനകത്തെ കഥാപാത്രങ്ങളും സംഭവങ്ങളും സ്ഥലങ്ങളും പശ്ചാത്തലങ്ങളെല്ലാം മറ്റൊന്നിനെയോ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതിനെ നമ്മൾ പറയുന്നത് ദാറ്റ് സംതിങ് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ സംതിങ് എൽസ്. സോ അലിഗറിക്കൽ. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
ഇതിനകത്തെ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഇന്നാൾക്ക് പകരം